1843 താജ്മഹലിന്റെ പണി പൂർത്തിയാകുന്നത്. താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി നിർമ്മിച്ചതാണ്. 10,000-കണക്കിന് തൊഴിലാളികൾ ചേർന്നാണ് താജ്മഹലിന്റെ പണി പൂർത്തിയാക്കിയത്. താജ്മഹൽ ലോകത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്നാണ്. പ്രണയത്തിന്റെ പ്രതീകമായാണ് താജ്മഹലിനെ ലോകം കാണുന്നത്. ആഗ്രയിലെ യമുന നദിയുടെ തെക്കൻ തീരത്താണ് വെളുത്ത മാർബിൾ കൊണ്ട് നിർമ്മിച്ച താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മുംതാസിന്റെ ഓർമ്മയ്ക്കായി ഇത് നിർമ്മിച്ചു. 1632 ആരംഭിച്ച നിർമ്മാണം 1643 പൂർത്തിയായി. പക്ഷേ മിനുക്കുപണികൾ കൂടി പൂർത്തിയായി വന്നപ്പോഴേക്കും 10 വർഷങ്ങൾ കൂടി കടന്നുപോയി. മൊത്തം 22 വർഷം കൊണ്ടാണ് പണി പൂർത്തിയായത്. താജ്മഹൽ മുഗൾ വാസ്തുവിദ്യയുടെ ഒരു മാസ്റ്റർ പീസാണ്. ഇത് പേർഷ്യൻ, ഇന്ത്യൻ, ഇസ്ലാമിക് വാസ്തുവിദ്യാ ഘടകങ്ങളുടെ സമന്വയമാണ്. ഒരു ചതുരാകൃതിയിലുള്ള പ്ലാറ്റ്ഫോമിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് 4 മിനാരങ്ങളുണ്ട്. കെട്ടിടത്തിന്റെ വശങ്ങളിൽ വെളുത്ത മാർബിളിൽ സങ്കീർണമായ കൊത്തുപണികളും അറബിക് ലിപിയിലുള്ള കാലിഗ്രഫിയും അലങ്കരിച്ചിരിക്കുന്നു. പ്രധാന കവാടത്തിലൂടെ കടന്നാൽ ശവകുടീരത്തിന്റെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മുംതാസ് മഹലിന്റെ ശവകുടീരം കാണാം. ഷാജഹാന്റെ ശവകുടീരം പിന്നീട് മുംതാസിന്റെ അരികിൽ ചേർത്തു. ശവകുടീരങ്ങളെ അലങ്കരിക്കുന്ന സങ്കീർണമായ പൂക്കൾ കൊത്തുപണിയും അർദ്ധ വിലയേറിയ കല്ലുകളും ഇവിടെ പതിച്ചിട്ടുണ്ട്. താജ്മഹലിലെ മനോഹരമായ പൂന്തോട്ടങ്ങളും പ്രശസ്തമാണ്. 3 വശങ്ങളിലും ഔപചാരികമായി രൂപകൽപ്പന ചെയ്ത പൂന്തോട്ടങ്ങളുണ്ട്. അവ 4 ജലധാരകളിൽ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. പൂന്തോട്ടങ്ങളിൽ ഫൗണ്ടനുകൾ, കുളങ്ങൾ, താമരക്കുളങ്ങൾ, വൃക്ഷങ്ങളുടെയും പൂക്കളുടെയും വിശാലമായ ശേഖരം എന്നിവ ഉൾപ്പെടുന്നു. താജ്മഹൽ യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നാണ്. അതിൻ്റെ സൗന്ദര്യവും ചരിത്രപരമായ പ്രാധാന്യവും കാരണം ഇത് ഇന്ത്യയുടെ മുഗൾ സാമ്രാജ്യത്തിൻ്റെയും സാംസ്കാരിക പൈതൃകത്തിൻ്റെയും ശക്തമായ പ്രതീകമാണ്.